കരിയർ PSC ചടയമംഗലം മടത്തറ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മുടെ കൂടുതൽ ഇൻട്രൊഡക്ഷൻ ഒന്നും പറയുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ഗ്രൂപ്പുകളിൽ വോയിസ് ഇട്ടിരുന്നു. കുറച്ച് ആൾക്കാർ പ്രതികരണം ഉണ്ടായി. ദയവായി പ്രതികരിക്കുക. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ക്ലാസ്സുകൾ കാണുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടതിനെ കുറിച്ച് നല്ല നല്ല കമന്റ്സ്, ഇഷ്ടംപോലെ കമന്റ്സ് വന്നു. കമന്റ്സ് തന്നവർക്കും അഭിപ്രായങ്ങൾ വിളിച്ചു പറഞ്ഞവർക്കും അല്ലെങ്കിൽ വാട്സപ്പിൽ പ്രതികരിച്ചവർക്കും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നല്ല എഫേർട്ട് ഇട്ടാണ് ക്ലാസ് എടുക്കുന്നത്. അതിന് ഇഷ്ടംപോലെ ബുദ്ധിമുട്ടുകളുണ്ട്. അത് മനസ്സിലാക്കിയവർക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. He said to me, you alone can save her. He said to me, you alone can save her. ഇത് റിപ്പോർട്ടഡ് സ്പീച്ച് ആക്കണം. ക്വസ്റ്റ്യൻ. ഇത് ഡയറക്റ്റ് സ്പീച്ചിലാണ്. ഇൻവേർട്ടഡ് കോമ ഇട്ട് തന്നാൽ അതിനെ വിളിക്കുന്ന പേരാണ് ഡയറക്റ്റ് സ്പീച്ച്. ഒരു വാചകം ഇൻവേർട്ടഡ് കോമയുടെ ഉള്ളിൽ ഇട്ട് തന്നാൽ വിളിക്കുന്ന പേര് ഡയറക്റ്റ് സ്പീച്ച്. അതിന് നമ്മൾ എന്താക്കണം? PSC പരീക്ഷകളിൽ റിപ്പോർട്ടഡ് സ്പീച്ച് ആക്കണം. റിപ്പോർട്ടഡ് സ്പീച്ചിന് വേറൊരു പേരുണ്ട്, ഇൻഡയറക്റ്റ് സ്പീച്ച്. എന്താണ് പേര്? റിപ്പോർട്ടഡ് സ്പീച്ചിന്റെ വേറൊരു പേര് ഇൻഡയറക്റ്റ് സ്പീച്ച്. അപ്പോ ഡയറക്റ്റ് സ്പീച്ചിനെ ഇൻഡയറക്റ്റ് സ്പീച്ച് അല്ലെങ്കിൽ റിപ്പോർട്ടഡ് സ്പീച്ച് ആക്കണം. ഇതാണ് ക്വസ്റ്റ്യൻ. സ്ഥിരമായി PSCയുടെ ഒരു മാർക്കാണ് ഈ ക്വസ്റ്റ്യൻ. മിക്കവാറും ഇതേപോലെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുകൊണ്ടാണ് ഗ്രാമറിൽ ഇത് ഉൾപ്പെടുത്തുന്ന ഇടയ്ക്കിടയ്ക്ക്. ഓക്കെ, ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഹീ സെഡ് ടു മീ യു അലോൺ ക്യാൻ സേവ് ഹർ. ഇവിടെ നോക്കുക. എപ്പോഴും നമ്മൾ കേട്ടുള്ള യു അലോൺ ക്യാൻ സേവ് ഹർ എന്ന് പറഞ്ഞ വാചകം എന്ത് വാചകമാണെന്ന് അറിയണം. ആദ്യമേ ഒരു വാചകം കിട്ടിയാൽ ഇൻവേർട്ടഡ് കോമയുടെ അകത്തുള്ള വാചകം ഏത് വാചകമാണെന്ന് അറിയണം. അതാണ് ഫസ്റ്റ് കാര്യം. നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുണ്ട് വാചകങ്ങൾ 4 വിധമാണ്: ഇമ്പറേറ്റീവ്, ഇൻട്രോഗേറ്റീവ്, എക്സ്ക്ലമേറ്ററി ആൻഡ് അസർട്ടീവ്. ഇതില് ഈ വാചകം അസർട്ടീവ് ആണ്. കാരണം ഇമ്പറേറ്റീവോ ആജ്ഞയോ അപേക്ഷയോ ഉപദേശമോ പ്രയോ വിഷോ അല്ല, ചോദ്യമല്ല, ഇത് ആശ്ചര്യവുമില്ല, അസർട്ടീവ് ആണെന്ന് മനസ്സിലായി. അത് കൂടാതെ നമുക്കറിയാം സബ്ജക്ട് പ്ലസ് വെർബ് മോഡലാണ് കിടക്കുന്നത്. യു പ്ലസ് ക്യാൻ സേവ് അതൊക്കെ കിടക്കുന്നത്. അത് അസർട്ടീവ് ആണ് മനസ്സിലായി ശ്രമിക്കുക. ഇനി ചെയ്യുന്ന രീതിയും അറിയാം. ഒരു വാചകം അസർട്ടീവ്, ഇൻവേർട്ടഡ് കോമയുടെ അകത്ത് അസർട്ടീവ് വാചകമാണെങ്കിൽ സാധാരണഗതിയിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? സെറ്റുവിനെ മാറ്റി നമ്മൾ എന്താക്കാറുണ്ട്? ടോൾഡ് ആക്കാറുണ്ട്. ടോൾഡ് എവിടെയൊക്കെ ഉണ്ട്? ഇവിടെയുമുണ്ട്, ഇവിടെയുമുണ്ട്. അപ്പൊ ഈ 2 ഓപ്ഷനാണ്. ഇതിൽ ഏതോ ഒന്ന് വരാൻ ചാൻസ് ഉണ്ട്. എപ്പോഴും ഓപ്ഷൻ നോക്കിയ പരീക്ഷയ്ക്ക് ചെയ്യാവും. നിങ്ങൾക്ക് ഇവിടെ സെഡ് ഉണ്ട്, ഇവിടെ സെഡ് ഉണ്ട്. ഇനി കൂടാതെ ഇവിടുത്തെ മിസ്റ്റേക്ക് എന്താ പറയാം? മിസ്റ്റേക്ക് കട്ട് ചെയ്ത് കളയാലോ. അപ്പൊ ക്യാൻ സേവ് ആണ്. ഇവിടെ ക്യാൻ സേവ് ആണ്. അപ്പൊ സെഡ് സെഡ് ഇട്ടാൽ പോലും ശരിയല്ല. കാരണം എന്താ? ഇവിടെ സെഡ് ടു മീ ഒന്നും ഒഴിവാക്കാതെ നമ്മൾ ചെയ്താൽ കറക്റ്റ് ആയിട്ട് വരുന്നത് ടോൾഡ് ഹി സെഡ് ടു മീ, ടോൾഡ് മീ അങ്ങനെ ആവുന്നുള്ളൂ. ഇനി സെഡ് ഇട്ട് ചെയ്തെന്ന് വെച്ചോളൂ. എങ്കിലും ക്യാൻ സേവ് ആണ്. ഇവിടെ ഉത്തരം തെറ്റാണ്. എന്താ കാരണം? ക്യാൻ സേവ് സെഡ് ആണ്. ഇവിടെ പാസ്റ്റ് സെഡ് ആണ്, പാസ്റ്റ്. ഈ ക്യാൻ സേവ് ക്യാൻ എന്തായി മാറണം? പാസ്റ്റ് ആയി മാറണം. അതായത് ഇൻവേർട്ടഡ് കോമയ്ക്ക് പുറത്തുള്ള വെർബ് പാസ്റ്റ് ആണെങ്കിൽ സെഡ് V2 ആണ്. കഴിഞ്ഞ ദിവസം പഠിച്ചു സെഡ് V2 ആണെന്ന്. ഒറ്റയ്ക്ക് ഉള്ളത് പഠിച്ചു. അപ്പൊ ഇത് V2 ആയതുകൊണ്ട്, പാസ്റ്റ് ആയതുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇൻവേർട്ടഡ് കോമയ്ക്ക് അകത്തുള്ള വെർബ് പാസ്റ്റ് ആവണം. നിയമമുണ്ട്. ക്യാൻ എന്താവണം? കൂട്ടാവണം. ഇവിടെ കൂട്ടായിട്ടുണ്ടോ? ഇല്ല. ഇവിടെ കൂട്ടായിട്ടുണ്ടോ? ഇല്ല. ഇവിടെ കൂട്ടായിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അതിൽ നിന്ന് ഉത്തരം മനസ്സിലായതാണ് ഓപ്ഷൻ സി. അപ്പൊ സാധാരണഗതിയിൽ അസർട്ടീവ് ചെയ്യുമ്പോൾ സെറ്റുവിനെ പിടിച്ച് നമ്മൾ ടോൾഡ് ആക്കാറുണ്ട്. നിയമം സെഡ് ആണെങ്കിൽ മാറ്റില്ല, അത് അതേപടി എഴുതും. ഇവിടെ സെഡ് 2 ആണ്, സെഡ് അല്ല. അപ്പൊ സെഡ് 2 ഉള്ളത് കൊണ്ട് ടോൾഡ് ആക്കുക. ടോൾഡ് ആക്കി 2 ഉത്തരമേ ഉള്ളൂ. ഇനി ടോൾഡ് മീ, രണ്ടിലും ഹി ടോൾഡ്, ടോൾഡ് മീ, ദാറ്റ്, ഐ എല്ലാം ഉണ്ട്. എലോൺ. ഇനി എന്താ ഡിഫറൻസ്? ഇവിടെ ക്യാൻ, ഇവിടെ കുഡ്. ബാക്കിയെല്ലാം സെയിം ആണല്ലോ. ആണ്. അപ്പൊ ശരിയായ ഉത്തരം എന്താ? കുഡ്. കാരണം റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ആയാൽ ഇൻവേർട്ടഡ് കോമയുടെ അകത്തുള്ള വെർബിൽ ചേഞ്ച് ഉണ്ടാവണം. അതാണ് സാധാരണ നിയമം. വെറൈറ്റി ക്വസ്റ്റ്യൻസ് അവിടെയും ഉണ്ട് നമുക്കറിയാം. അപ്പൊ ക്യാൻ എന്ന വാക്ക് എന്തായി മാറും? ആ വെർബ് എന്തായി മാറണം? കുഡ് ആവണം. കുഡ് സേവ്ഡ് ആവൂല, കുഡ് സേവേ ആവും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. 2 വെർബുണ്ട്. ക്യാൻ സേവില് ക്യാൻ മാത്രമേ മാറ്റേണ്ട ആവശ്യമുള്ളൂ. സേവിനെ പിടി സേവ്ഡ് ആക്കേണ്ട ആവശ്യമില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ കുഡ് സേവ് മതി, കുഡ് സേവ്ഡ് വേണ്ട. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞത് വ്യക്തമായി മനസ്സിലാക്കുക. സെഡ് 2 ഉണ്ടെങ്കിൽ സാധാരണഗതിയിൽ ടോൾഡ് ആക്കുന്നു. സെഡ് മാത്രമേ ഉള്ളെങ്കിൽ, സെഡ് 2 ഇല്ല, സെഡ് മാത്രമേ ഉള്ളെങ്കിൽ ആ സെഡ് എഴുതാമായിരുന്നു. അതാണ് നിയമം. ഇനി നമ്മൾ ഇവിടെ പ്രശ്നമുള്ളതാണ്. ഹീ എഴുതി വെച്ചു, നെക്സ്റ്റ് ടോൾഡ് എഴുതി വെച്ചു, സെഡ് 2 ടോൾഡ് ആക്കി വെച്ചു, നെക്സ്റ്റ് മീ സെഡ് 2 ആണ് ടോൾഡ് ആക്കിയത്, മീ എഴുതി വെച്ചു. നെക്സ്റ്റ് ഐ അവിടെ ഇൻവേർട്ടഡ് കോമ ആരംഭിക്കുക ദാറ്റ് ചേർക്കും. അസർട്ടീവ് ചെയ്യുമ്പോൾ ഇൻവേർട്ടഡ് കോമയുടെ ആരംഭത്തിൽ ദാറ്റ് ചേർക്കാറുണ്ട്.
ഇനി യു ഐ വി ഒക്കെ മാറാറുണ്ട്. ഇവിടെ എന്താ പറഞ്ഞത്? അവൻ എന്നോട് പറഞ്ഞു യു എലോൺ ക്യാൻ സേവ് ഹർ. എന്താ പറഞ്ഞത്? അവൻ എന്നോട് പറഞ്ഞു നിനക്ക് ഒറ്റയ്ക്ക് നിനക്ക് മാത്രമേ അവളെ സഹായിക്കാൻ പറ്റൂ. അപ്പൊ റിപ്പോർട്ട് ചെയ്യും എന്താ അവിടെ? അവൻ എന്നോട് പറഞ്ഞു എനിക്ക് മാത്രമേ. അതുകൊണ്ടാണ് യു ഐ ആയി മാറിയത്. എനിക്ക് മാത്രമേ സഹായിക്കാൻ പറ്റുള്ളൂ, എനിക്ക് മാത്രമേ. അപ്പൊ ഐ മാറി, യു ഐ ആയി മാറുന്നു. എലോൺ അതുപോലെ എഴുതി. ക്യാൻ സേവിന്റെ ചേഞ്ച് ഞാൻ പറഞ്ഞു. ക്യാൻ സേവ് കുഡ് സേവ് ആവുന്ന കാരണം ടോൾഡ് ആണ്, സെഡ് ആണ്, അതാണ് കുഡ് ആവുന്ന കാരണം. എന്നാൽ കുഡിന് ശേഷമുള്ള സേവ്, ആ സേവ് തന്നെയാണ്. കുഡ് സേവ്ഡ് പറയാറില്ല, ഹറിന് മാറ്റമില്ല. മാറുന്നതിലേക്ക് ഐയും വിയും യുവും രൂപങ്ങൾ മാത്രമേ സാധാരണഗതിയിൽ മാറാറുള്ളൂ. ഐ വി യു രൂപങ്ങൾ മാത്രമേ സാധാരണഗതിയിൽ മാറാറുള്ളൂ. ഇവിടെ യു ആയതുകൊണ്ട് അത് മാറി ഐ ആയി മാറി. അപ്പൊ അതിനെ കുറിച്ച് ട്രിക്സ് വേറെ ഉണ്ട്, അത് ക്ലാസ്സുകളിൽ പറഞ്ഞാലേ പറ്റൂ, കാരണം ഇഷ്ടംപോലെ അതിനെ കുറിച്ച് പറയാനുണ്ട്. അപ്പൊ അത് നേരത്തെ പഠിച്ചവർക്ക് ഒരു ട്രിക്സും അറിയാം. അപ്പൊ ഇത് മനസ്സിലാക്കുക. ഇവിടെ എന്താണ് അർത്ഥം നോക്കി ചെയ്യുമ്പോഴത്തേക്ക് യു ഐ ആയി മാറുന്ന സങ്കല്പിക്കുക. ട്രിക്സ് പറയാനുള്ള അത്രയും നീണ്ട ഒരു ക്ലാസ് എടുക്കാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ പ്രശ്നം പരിമിതികളുള്ളതുകൊണ്ടാണ് അതിനെക്കുറിച്ച് കൂടുതലായി പറയാറുള്ളത്. നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് കിടക്കാം. To get or have the wind up, ഇതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. To get or have the wind up എന്ന വാക്കിന്റെ മീനിങ്, ഇതിന്റെ മീനിങ് എന്താണ്? To get or have the wind up means എന്താണ് മീനിങ്? ഇത് കാണാൻ പഠിച്ചു പറ്റൂ. To be frightened ആണ്. എന്താണ് to be frightened? പേടിപ്പെടുത്തപ്പെടുക. അപ്പൊ ഇത് കാണാൻ പഠിക്കുക മാർഗമില്ല. To get or have the wind up അർത്ഥം to be frightened എന്നാണ്. എന്താണ്? പേടിപ്പിക്കപ്പെടുക എന്നാണ് അർത്ഥം. ബാക്കിയെല്ലാം നമുക്കറിയാം. എന്താണ് to experience sorrow means ദുഃഖം അനുഭവിക്കുക. To get an unexpected fortune means എന്താണ്? അപ്രതീക്ഷിതമായ ഒരു ഭാഗ്യം, സൗഭാഗ്യം കൈവരിക. ഇതൊക്കെയാണ് ഇതിന്റെയൊക്കെ അർത്ഥം. പക്ഷേ to get or have the wind up എന്ന ആ വിഡിയത്തിന്റെ അർത്ഥം എന്താണ് പറഞ്ഞത്? To be frightened എന്നാണ്. എന്താണ് to be frightened? To be frightened means പേടിപ്പെടുത്തപ്പെടുക എന്ന് വരും. ഓക്കെ, അപ്പൊ to get or have the wind up എന്നതിന്റെ അർത്ഥം എന്താണ്? To be frightened എന്നാണ്. അപ്പൊ കാണാൻ പഠിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. She dashed the SSLC examination 4 years ago. She dashed the SSLC examination 4 years ago. Option had passed, option B has passed, option C will pass, option D passed. ഇവിടെ ഹാഡ് പാസ്റ്റ് വരുമോ എന്ന് നോക്കാം. ഇവിടെ ഹാഡ് പാസ്റ്റ് വരത്തില്ല. സാധാരണഗതിയിൽ ഹാഡ് പാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഹാഡ് പ്ലസ് പാസ്റ്റ് മീൻസ് അത് V3 ആണ്, V2 അല്ല. അപ്പൊ ഇത് V2 പാസ്റ്റിന്റെ 3 ഫോംസ് നമുക്കറിയാം. പാസ്, സെക്കൻഡ് ഫോം പാസ്ഡ്, തേർഡ് ഫോം പാസ്ഡ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പാസ്, പാസ്ഡ്, പാസ്ഡ് വിജയിക്കുക, പാസ്ഡ് V2 വിജയിച്ചു, പാസ്ഡ് V3 നമുക്കറിയാം. എന്നാൽ ഇവിടെ ഈ പാസ്ഡ് V3 ആണ് നമ്മൾ പഠിച്ചായിരുന്നു. ഒറ്റയ്ക്കാണെങ്കിൽ ഇത് V2 കണ്ടോ, ഇതാണ് വ്യത്യാസം. ഇത് ഒറ്റയ്ക്കേ ഉള്ളൂ പാസ്റ്റ്, ഇവിടെ വേറെ ഒന്നും ഇല്ല ഇവിടെ. അപ്പൊ ഹാഡ് പാസ്റ്റ് ഹാഡ് പ്ലസ് V3യും വെറും പാസ്റ്റ് മാത്രമേ ഉള്ളെങ്കിൽ V2 ആണ്. അപ്പൊ ഈ ഹാസ് പാസ് എന്താ? ഹാസ് പ്ലസ് V3 ആണ്. അപ്പൊ ഹാസ് ഉള്ളതുകൊണ്ട് V3, ഹാഡ് ഉള്ളതുകൊണ്ട് V3. എന്നാൽ വെറും പാസ്റ്റ് മാത്രമേ ഉള്ളൂ. ഇവിടെ ഇട്ടാലും പാസ്റ്റ് മാത്രമേ ഉള്ളൂ, ഇവിടെ ഞാൻ ഇങ്ങോട്ട് ഇട്ടാലും പാസ്റ്റ് മാത്രമേ ഉള്ളൂ. ഷീ വെർബല്ലോ. എന്നാൽ ഇവിടെ ഇത് V3, ഇത് V3. അപ്പൊ നോക്കാം. അപ്പൊ ഹാഡ് പ്ലസ് V3, ഇത് ഹാസ് പ്ലസ് V3 നോക്കാം. അപ്പൊ ഷീ ഡാഷ്ഡ് ദ SSLC examination 4 years ago. എന്താ അർത്ഥം? അവള് SSLC examination 4 വർഷം മുമ്പ് ജയിച്ചു എന്നാണ് വേണ്ടത്. ഇത് വരത്തില്ലല്ലോ, ഇത് ഫ്യൂച്ചറിലെ. വിൽ പാസ് മീൻസ് വിജയിക്കും എന്നാണ്, വരത്തില്ല, വെട്ടിപ്പോയി. ഇനി ഹാസ് പാസ്ഡ് വരുമ്പോൾ നോക്കാം. ഹാസ് പാസ്ഡ് വരത്തില്ല. കാരണം എന്താണ് കാരണം? ഇറ്റ്സ് പാസ്റ്റ്. അതിന്റെ ടൈം കൃത്യമായി കൊടുത്തത് 4 years ago. എഗോ എന്നൊക്കെ പറയുമ്പോൾ പിന്നെ പ്രസന്റ് പെർഫെക്റ്റ് ആണ്. ഇത് പ്രസന്റ് പെർഫെക്റ്റ് ആണ്. ആ പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കാൻ പാടില്ല. ടൈം റെഫറൻസ് വ്യക്തമായി കൊടുത്തത് 4 years ago എന്ന്. അവിടെ പിന്നെ എന്താണ്? ഹാസ് പാസ്റ്റ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ഉപയോഗിക്കാറില്ല. ഇനി ഹാർഡ് പാസ്റ്റിലേക്ക് പോകാം. ഹാർഡ് പാസ്റ്റ് മീൻസ് ഹാഡ് പ്ലസ് V3, പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. ഇത് പാസ്റ്റ് പെർഫെക്റ്റ് എപ്പോഴാണ് ഉപയോഗിക്കുന്നത് നമുക്കറിയാം. 2 ഭൂതകാല പ്രവർത്തികളുള്ളപ്പോൾ. ഫോർ എക്സാമ്പിൾ, ഞാൻ ബസ് സ്റ്റോപ്പിലെത്തി, അതിന് മുമ്പായി ബസ് പോയി. ഞാൻ ബസ് സ്റ്റോപ്പിലെത്തിയതിന് മുമ്പായി ബസ് പോയി. അപ്പൊ 2 പ്രവർത്തികളുണ്ട്. ഒന്ന് ഞാൻ ബസ് സ്റ്റോപ്പിലെത്തി, വേറൊന്ന് ബസ് പോയി. ആദ്യം സംഭവിച്ചതാ ബസ് പോയി. ആ ബസ് പോയി എന്ന വാചകത്തെ എന്ത് ചെയ്യണം? പാസ്റ്റ് പെർഫെക്റ്റ് കാണിക്കണം. അപ്പൊ 2 പ്രവർത്തികളുള്ളപ്പോൾ, സംഭവിച്ചു കഴിഞ്ഞ 2 പ്രവർത്തികളുള്ളപ്പോൾ അതിൽ ആദ്യം സംഭവിച്ച പ്രവൃത്തിയെ പാസ്റ്റ് പെർഫെക്റ്റ് കാണിക്കുന്നു, നെക്സ്റ്റ് പ്രവൃത്തിയെ പാസ്റ്റ് സിമ്പിളിൽ കാണിക്കുന്നു. ഇതാണ് നിയമം. ഇത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. ഇവിടെ 2 പ്രവൃത്തി ഉണ്ടോ? ഇല്ല. അതെ പറയുന്നു, വ്യക്തമായി കേൾക്കുക. ഭൂതകാലത്തിൽ സംഭവിച്ചു കഴിഞ്ഞ 2 പ്രവൃത്തികൾ, അത് വേറെ വേറെ ടൈമിൽ സംഭവിച്ച 2 പ്രവൃത്തികൾ. ആദ്യം സംഭവിച്ച പ്രവൃത്തിയെ പാസ്റ്റ് പെർഫെക്റ്റിലും
രണ്ടാമത് സംഭവിച്ച പ്രവൃത്തിയെ പാസ്റ്റ് സിമ്പിളിൽ കാണിക്കുന്നു. ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ ബസ് സ്റ്റോപ്പിൽ എത്തിയതിന് മുമ്പായി ബസ് പോയി കഴിഞ്ഞു. ആദ്യം സംഭവിച്ചതാ ബസ് പോയി കഴിഞ്ഞു, അത് പാസ്റ്റ് പെർഫെക്റ്റ് വേണം. ഞാൻ ബസ് സ്റ്റോപ്പിൽ എത്തി എന്ന് പറയുന്നത് പാസ്റ്റ് സിമ്പിൾ വേണം. ഇവിടെ രണ്ട് പ്രവൃത്തി ഉണ്ടോ? ഒരു പ്രവൃത്തിയല്ലേ ഉള്ളൂ. വിജയിച്ചു എന്ന പ്രവൃത്തി ഒറ്റൊന്നേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഹാഡ് പാസ്റ്റും വേണ്ട. അപ്പൊ ഉത്തരം എന്തായിരിക്കും? പാസ്റ്റ്. അപ്പൊ 4 years ago, എഗോയെ ആദ്യമേ ചിന്തിച്ചോണം. സാധാരണഗതിയിൽ അത് പാസ്റ്റ് സിമ്പിൾ ആണ് വരുന്നത്. ഓർത്തോണം, പാസ്റ്റ് സിമ്പിൾ V2 വരുന്നു. അപ്പൊ ഉത്തരം പാസ്റ്റ് സിമ്പിൾ എന്നാൽ V2 ആണ് പാസ്റ്റ്. പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ആക്കാം. ഹോഴ്സ് ഈസ് ടു മെയർ MARE ആസ് റാം ഈസ് ടു ഡാഷ്. എന്താ ഹോഴ്സ്? നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്. ഹോഴ്സ് മീൻസ് ആൺകുതിരയും MARE മെയർ മീൻസ് പെൺകുതിരയും. അതുപോലെ ഇതെന്തോ ആണ്. റാം മീൻസ് എന്തോ ജീവി, എന്തോ നമുക്ക് അറിയാൻ എന്തോ ജന്തുവാണ്. അതായത് ഇതെന്താണെന്ന് ചോദിച്ചാൽ ഇതിന്റെ അർത്ഥം രാമന് ഇപ്പൊ ഹോഴ്സ് ആണ്, മെയർ പെണ്ണ്, മസ്കുലിൻ ജെൻഡറും ഫെമിനിൻ ജെൻഡറും, പുല്ലിംഗവും സ്ത്രീലിംഗവും. അതുപോലെ രാമിന്റെ സ്ത്രീലിംഗം എന്നാണ് ക്വസ്റ്റ്യൻ. ഹോഴ്സിന്റെ സ്ത്രീലിംഗം മെയർ, രാമിന്റെ സ്ത്രീലിംഗം എന്ത്? രാമിന്റെ സ്ത്രീലിംഗം നമ്മൾ പഠിക്കുന്ന പോലെ രാമന്റെ സ്ത്രീലിംഗം സീതയല്ല. അത് ചിന്തിക്കരുത്. ഇത് RAM റാം, RAMA രാമ. നമ്മൾ ആർ വലിയ ഇഷ്ടം എഴുതുന്നില്ല, ചെറിയ ഇഷ്ടമാണ് ഈ ആർ. അതിൽ നിന്ന് മനസ്സിലാക്കാൻ എന്ത് ജന്തുവാണ്. അപ്പൊ റാം എന്ന് പറഞ്ഞാൽ എന്താണത്? അത് മെയിൽ ഷീപ്പാണ്. എന്താണ് മെയിൽ ഷീപ്പ്? എന്താ മെയിൽ ഷീപ്പ് മീൻസ്? ആണാട്. എന്താണ് ആണാട്? ക്വസ്റ്റ്യൻ ഇങ്ങനെയും ഇപ്പൊ പരീക്ഷ ചോദിക്കാറുണ്ട്. റാം എന്ന് പറയുന്ന ജന്തു എന്താണ് ചോദിച്ചു, കഴിഞ്ഞ പരീക്ഷ ചോദിച്ചാൽ. അപ്പൊ റാം എന്ന് പറയുന്നത് മെയിൽ ഷീപ്പാണ്. അഡൽട്ട് ആയിട്ടുള്ള മെയിൽ ഷീപ്പിനെ വിളിക്കും റാം വിളിക്കും. അപ്പൊ രാം അഡൽട്ട് മെയിൽ ഷീപ്പ് ആണെങ്കിൽ, റാം എന്ന് പറയുന്നത് അഡൽട്ട് ആയിട്ടുള്ള മുതിർന്ന പ്രായം ചെന്ന മെയിൽ ഷീപ്പ് ആണെങ്കിൽ, അഡൽട്ട് ഫീമെയിൽ ഷീപ്പിനെ എന്ത് വിളിക്കുകയാണ് ക്വസ്റ്റ്യൻ. ഇത്രേ ഉള്ളൂ. ഓക്കെ, ഉത്തരം ഇതാണ്. ഇതിന്റെ ഉച്ചാരണം EWE ഈവ് എന്നല്ല, യു എന്നാണ് ഉച്ചരിക്കുന്നുള്ളൂ. ഉച്ചാരണം പരീക്ഷ ചോദിക്കുന്നില്ല, അതുകൊണ്ട് പ്രശ്നവുമില്ല. അപ്പൊ കാണാൻ പഠിക്കുക. ഹോഴ്സിന്റെ സ്ത്രീലിംഗം മെയർ, റാമിന്റെ സ്ത്രീലിംഗം എന്താ? യു. EWE പഠിക്കുക. അപ്പൊ ഇത് ആണാട്, ഇതെന്താ? അഡൽട്ട് മെയിൽ ഷീപ്പാണ്, ഇത് അഡൽട്ട് ഫീമെയിൽ ഷീപ്പ്. ഇനി പഠിക്കാനുള്ള മാർഗം ഉണ്ട്, നോക്കിയിരിക്കുക. RAM എന്ന് പറയുമ്പോൾ എന്താ? എ ഉണ്ടല്ലോ, എ ഉണ്ട്, ആണാട്. പഠിക്കാനുള്ള മാർഗം പറഞ്ഞത് ആണാട്, ആണാട്, എ ഉണ്ട്. അപ്പൊ ഇത് പഠിക്കാനുള്ള മാർഗം കൂടെ. ഇവിടെ എ ഇല്ല, പഠിക്കാനുള്ള മാർഗവും കിട്ടി. ഇവിടെ എ ഉണ്ട്, ഇവിടെ എ ഉണ്ട്. പഠിച്ചു വയ്ക്കുക ആണാട്. ഓക്കെ, നമ്മൾ അത് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അതിനെ കുറിച്ച് ആണാട് പെണ്ണാട് പറഞ്ഞു. ഇത് ആണാടും ഇത് പെണ്ണാടും. അത് മനസ്സിലാക്കുക. പരീക്ഷയ്ക്ക് സാധാരണ മസ്കുലിനും ഫെമിനിനും ചോദിക്കാറുള്ളത്. പക്ഷെ കഴിഞ്ഞ ഒരു പരീക്ഷ ചോദിച്ചായിരുന്നു RAM റാം എന്ന് പറയുന്നത് ജന്തു ഏത് ജന്തുവാണ്? ആടാണോ പൂച്ചയാണോ മുയലാണോ എന്ന് ചോദിച്ചായിരുന്നു അവര്. അപ്പോൾ കൃത്യമായിട്ട് റാം ആണാടെന്ന് എഴുതിയിരിക്കുക, ആട് ഷീപ്പ് എന്ന് എഴുതിയിരിക്കുക. അത് ക്വസ്റ്റ്യൻ അങ്ങനെ ചോദിച്ചു. ഇനി ബാക്കി കുറച്ച് കാര്യങ്ങളുണ്ട്. ഹെൻ എന്ന വാക്ക് ഇതെല്ലാം സ്ത്രീലിംഗമാണ്, പെണ്ണുങ്ങളാണല്ല. ഹെൻ പെണ്ണാണ്, കൗ പെണ്ണാണ്, ബിച്ചും പെണ്ണാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഹെൻ ഫെമിനിൻ ആണെങ്കിൽ അതിന്റെ എന്താണ്? അതിന്റെ മസ്കുലിൻ ജെൻഡർ എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, കോക്ക്, പൂവൻ കോഴി. ഇത് പിടക്കോഴി, ഇത് പൂവൻ കോഴി. ഇനി കൗ നമുക്കറിയാം, കൗ പശുവാണ്, അതും പെണ്ണാണ്. അതിന്റെ ഫെമിനിൻ മസ്കുലിൻ ജെൻഡർ എന്താ? ബുള്ളാണ്, ബുൾ മസ്കുലിൻ. ഇനി ബിച്ച് നമുക്കറിയാം പെൺപട്ടിയാണ്, പെൺപട്ടി ഫെമിനാണ്. അതിന്റെ മസ്കുലിൻ എന്താണ്? ഡോഗ് ആണ്. അതും പഠിക്കുക, നമുക്ക് അതൊക്കെ നോട്ട്സിലുണ്ട്. ഇനി പ്രത്യേകം പഠിക്കാനുള്ളത് ബുൾ കൗ. ബുള്ളിന്റെ സ്ത്രീലിംഗം കൗ ആണ്. എന്നാൽ ബുള്ളോക്കിന്റെ സ്ത്രീലിംഗം എന്താണ്? ഹെയ്ഫർ. അത് കാണാൻ പഠിക്കുക. അത് തമ്മിൽ വ്യത്യാസമുണ്ട്, ചെറിയ വ്യത്യാസമുണ്ട്. പ്രത്യുൽപാദന ശേഷിയുള്ള കാള, പ്രത്യുൽപാദന ശേഷി ഇല്ലാത്ത കാള, അങ്ങനെയൊക്കെ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ പ്രത്യേകം പഠിക്കുക. ബുള്ളാണെങ്കിൽ കൗവും, ബുള്ളോക്ക് ആണെങ്കിൽ ഹെയ്ഫർ ആണ്, HEIFER. ബുള്ളോക്കിന്റെ സ്ത്രീലിംഗം ഹെയ്ഫർ ആണ്, മറന്നുപോയത്. ബുള്ളോക്ക് ആണെങ്കിൽ ഹെയ്ഫർ, HEIFER ആണ്, മറന്നുപോയത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ബുൾ ആണെങ്കിൽ കൗ, ബുള്ളോക്ക് ആണെങ്കിൽ ഹെയ്ഫർ, മാറിപ്പോകരുത്. അപ്പൊ ഇത്രയും മനസ്സിലാക്കുക. ഹോഴ്സ് സ്ത്രീലിംഗം മെയർ, റാം ആണെങ്കിൽ യു, ഇനി ഹെൻ ആണെങ്കിൽ കോക്ക്. ഓക്കെ, കൗ ആണെങ്കിൽ ബുള്ള്. ഞാൻ പ്രത്യേകം എഴുതുന്നത് എഫും എമ്മും. എഫ് മീൻസ് ഫെമിനിൻ, ഇത് മസ്കുലിൻ എഴുതുന്നുണ്ടല്ലോ. അപ്പൊ അത് പ്രത്യേകം പറഞ്ഞു. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ആക്കാം. They are organizing an excursion. സെന്റൻസ് ഇതാണ്. They are organizing an excursion. അവർ ഒരു എക്സ്കർഷൻ സംഘടിപ്പിക്കുന്നു. Begin the sentence with an excursion. An excursion എന്ന വാക്കിൽ സെന്റൻസ് ആരംഭിക്കുക. An excursion എന്ന ആ വാക്കുകളിൽ സെന്റൻസ് വാചകം ആരംഭിക്കണം. അപ്പൊ എന്താ ഉദ്ദേശിക്കുന്നത്? They are organizing an excursion. They സബ്ജക്റ്റ് ആണ്.
വാചകത്തിൽ പ്രവൃത്തി ചെയ്യുന്നതാണ് ദേ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദേ സബ്ജക്റ്റ്. ഇവിടെ ഓബ്ജക്റ്റ് ആണെന്ത് ആൻ എക്സ്കർഷൻ. ഇത് മനസ്സിലാക്കി കഴിയണം. നമ്മുടെ ക്ലാസ്സുകളിൽ ബേസ് ക്ലാസ്സുകളിൽ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അടിസ്ഥാന ക്ലാസ്സുകൾ എടുത്തപ്പോൾ അതിൽ പറഞ്ഞിരുന്നു. കുറച്ച് കുട്ടികൾക്ക് പുതിയ കുട്ടികളുടെ കാര്യം ഞാൻ സൂചിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഓബ്ജക്റ്റ് ആണ് ആൻ എക്സ്കർഷൻ. ആൻ എക്സ്കർഷൻ എന്ന വാക്കുകളിൽ വാചകം ആരംഭിക്കണം. അതായത് ഓബ്ജക്റ്റിൽ വാചകം ആരംഭിക്കണം. മീൻസ് പാസീവ് വോയിസ് ഉണ്ടാക്കണം. ഇതിന്റെ പാസീവ് വോയിസ് ഉണ്ടാക്കണം. എല്ലാം കൊടുത്തിട്ടുണ്ട്. പാസീവ് വോയിസ് കണ്ടുപിടിക്കാൻ നിസ്സാരമായ സംഭവമാണ്. ആൻ എക്സ്കർഷനിൽ സ്റ്റാർട്ട് ചെയ്യണം. ആൻ എക്സ്കർഷൻ ആണ് കൊടുക്കുന്നത്. ബിഗിൻ ദ സെന്റൻസ് വിത്ത് ആൻ എക്സ്കർഷൻ. അപ്പൊ ആൻ എക്സ്കർഷൻ ആൾറെഡി ഉണ്ടല്ലോ. ആൻ എക്സ്കർഷൻ ഉണ്ട്. ആൻ എക്സ്കർഷൻ ഡാഷ് എന്ന് എഴുതിയേക്കാം. ആൻ എക്സ്കർഷൻ ഡാഷ് ഞാൻ എഴുതി തോന്നാം. ഡാഷ്. ഈ ഡാഷിൽ ഇതിലെന്ന് ഫില്ല് ചെയ്യും. ഇതോ ഫില്ല് ചെയ്യും ആൻ എക്സ്കർഷനിൽ. അപ്പൊ അങ്ങനെ പറയുമ്പോഴത്തേക്ക് നോക്കാനുള്ളത് വേറെ ഒന്നുമില്ല. ഈ ദേ ആർ ഓർഗനൈസിങ് ആൻ എക്സ്കർഷൻ ആണ് ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യനിലെ ആർ ഓർഗനൈസിങ് എടുക്കുക. വെർബ്. ഇംഗ്ലീഷിലെ പ്രധാന വെർബാണ്. വെർബ് എടുക്കുക. ആർ ഓർഗനൈസിങ് ആകുമ്പോ ആർ പ്ലസ് ഐ എൻ ജി ആണ്. ആർ പ്ലസ് വെർബ് ഐ എൻ ജി. ടെൻസ് ഏതെന്ന് അറിയണം. ടെൻസ് ഏതാന്ന് നമുക്കറിയാം. പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. എന്താണ്? പ്രസന്റ് കണ്ടിന്യൂസ് ആക്റ്റീവ് വോയിസ് ആണ്. പ്രസന്റ് കണ്ടിന്യൂസ് ആക്റ്റീവ് വോയിസ്. ഇത് നമ്മൾ എന്താക്കണം? പ്രസന്റ് കണ്ടിന്യൂസ് പാസീവ് ആക്കണം. എന്താക്കണം? പ്രസന്റ് കണ്ടിന്യൂസ് പാസീവ്. പ്രസന്റ് കണ്ടിന്യൂസ് പാസീവിന്റെ ഫോം എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാം. ആം ഓർ ഈസ് ഓർ ആർ പ്ലസ് ബീയിങ് പ്ലസ് ആം ഓർ ഈസ് ഓർ ആർ പ്ലസ് ബീയിങ് പ്ലസ് ബി ത്രീ. ആം ഓർ ഈസ് ഓർ ആർ പ്ലസ് ബീയിങ് പ്ലസ് ബി ത്രീ. മറന്നുപോയി. ഇവിടെ നോക്കാം. ഇവിടെ വിൽ ആണ്. ആം ഓർ ഈസ് ഓർ ആർ ഇല്ലല്ലോ. ഇവിടെ മേ ആണുള്ളത്. ആം ഓർ ഈസ് ഓർ ആർ ഇല്ലല്ലോ. ഇവിടെ രണ്ടുമുണ്ട്. പക്ഷേ ഇവിടെ ഈസ് ഓർഗനൈസ്ഡ്. ഈസ് പ്ലസ് വി ത്രീ ഉണ്ട്. സമ്മതിച്ചു. നമുക്ക് വേണ്ടത് എന്താ? ആം അല്ലെങ്കിൽ ഈസ് അല്ലെങ്കിൽ ആർ. ആം അല്ലെങ്കിൽ ഈസ് അല്ലെങ്കിൽ ആർ. ഈസ് ഉണ്ട്. ഈസ് ഉണ്ട്. ഈസ് ഉണ്ട്. നെക്സ്റ്റ് ഇവിടെ ഉള്ളത് ബി ത്രീ മാത്രം. ഈസ് പ്ലസ് ബി ത്രീ ഉള്ളൂ. ഈസ് പ്ലസ് ബീയിങ് ഇല്ല. ബീയിങ് ഉള്ള ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി. അപ്പൊ ഉത്തരം വേണ്ടത് നോക്കുക എന്ന് പറയാം. ആർ ഓർഗനൈസിങ്. ആൻ എക്സ്കർഷൻ നമ്മൾ ആദ്യം എടുത്ത് എഴുതി. അതിനുശേഷം വേണ്ടത് വെർബിലേക്ക് നോക്കുക. വെർബ് ഏതാ? ആർ ഓർഗനൈസിങ്. ആർ ഓർഗനൈസിങ് പ്രസന്റ് കണ്ടിന്യൂസ് ആക്റ്റീവ് ആണ്. അതിന്റെ പ്രസന്റ് കണ്ടിന്യൂസ് പാസീവ് ഫോം അറിയണം. എന്താണ് പാസീവ് ഫോം? ആം ഓർ ഈസ് ഓർ ആർ പ്ലസ് ബീയിങ് പ്ലസ് ബി ത്രീ ആണ്. അപ്പൊ ആം ഓർ ഈസ് ഓർ ആർ ഉള്ളത്. ഇവിടെ ആം ഓർ ഈസ് ഓർ ആർ ഇല്ല. ഇവിടെയും ആം ഓർ ഈസ് ഓർ ആർ ഇല്ല. പക്ഷെ ഇവിടെ രണ്ടിടത്തും ഈസ് ഉണ്ട്. ആം ഓർ ഈസ് ഓർ ആറിൽ ഈസ് ഉണ്ട്. രണ്ടിടത്തും ഉണ്ടല്ലോ. ഉണ്ട്. ഇനി ഇവിടെ എന്താണുള്ളത്? ഇവിടെ ഈസ് പ്ലസ് ബി ത്രീ ഉണ്ട്. ബീയിങ് ഇല്ല. പക്ഷെ ഇവിടെയോ ഈസും ഉണ്ട്. ഈസും ഉണ്ട്. ബീയിങ്ങും ഉണ്ട്. ബീയിങ്ങും ഉണ്ട്. ബി ത്രീയും ഉണ്ട്. എല്ലാം ഉണ്ട്. ഉത്തരം എന്താണ്? ഓപ്ഷൻ സി. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ കിടക്കാം. ഓക്കെ. ഇഫ് ഹി ഡാഷ് ഹി വുഡ് ഗെറ്റ് ദ ജോബ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്തത് ഇഫ് ഹി ഹാഡ് നോട്ട് അപ്ലൈഡ് ദ ബ്രേക്കർ. അല്ലേ? ഇഫ് ദ ഡ്രൈവർ ഹാഡ് നോട്ട് അപ്ലൈഡ് ദ ബ്രേക്കർ the car would have hit the old man. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്തതാണ്. അത് ടൈപ്പ് 3 ആയിരുന്നു. ഇപ്പൊ ഇന്ന് ചെയ്യാൻ ടൈപ്പ് 2 ആണ്. ടൈപ്പ് 2. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തായിരുന്നു വുഡ് ഹാവ് ഹിറ്റ് ആയിരുന്നു പഠിച്ചായിരുന്നു. പ്രത്യേകം പറഞ്ഞു വുഡ് ഹാവ് പ്ലസ് ബി ത്രീ ഉണ്ടായിരുന്നു. വുഡ് ഹാവ് ഹിറ്റ് ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ചെയ്ത ക്വസ്റ്റ്യൻ. ഇവിടെ നോക്കിയേ. വുഡ് ഹാവ് ഹിറ്റ് ഇല്ല. വുഡ് ഹാവ് പ്ലസ് ബി ത്രീ ഇല്ല. വുഡ് ഗെറ്റ് ഉണ്ടോ? വുഡ് ഗെറ്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ വുഡ് ഹാവ് പ്ലസ് ബി ത്രീ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചായിരുന്നു. അത് മറന്നു പോയത്. അത് വെറൈറ്റി ക്വസ്റ്റ്യൻ വേറെ ആയിരുന്നു. ഇത് വേറെ ക്വസ്റ്റ്യൻ ടൈപ്പ് 2 ആണ്. ഇത് ടൈപ്പ് 3 പഠിച്ചു കഴിഞ്ഞ ദിവസം. ടൈപ്പ് 3 നമ്മൾ പഠിച്ചത്. ടൈപ്പ് 3. പക്ഷെ ഇത് ടൈപ്പ് 3 അല്ല. ടൈപ്പ് 2 ആണ് പഠിക്കുന്നത്. അപ്പൊ വുഡ് ഗെറ്റ് വുഡ് പ്ലസ് V1 പ്ലൂറൽ ഉള്ളപ്പോൾ ടൈപ്പ് 2 മനസ്സിലാക്കുക. എന്നാൽ വിൽ പ്ലസ് V1 പ്ലൂറൽ വിൽ ആകുമ്പോൾ ടൈപ്പ് 1 ആവുന്നത്. അപ്പൊ വുഡ് ഹാവ് പ്ലസ് V3 വന്നപ്പോൾ ടൈപ്പ് 3 ആയിരുന്നു പഠിച്ചു. വുഡ് പ്ലസ് V1 പ്ലൂറൽ വന്നപ്പോൾ അത് ടൈപ്പ് 2 ആയി മാറുന്നു. എന്നാൽ വില്ല് വരുമ്പോൾ ടൈപ്പ് 1 ആവും. ടൈപ്പ് 1 നമുക്ക് നെക്സ്റ്റ് ക്ലാസ് ചെയ്യാം. അപ്പൊ വുഡ് ഗെറ്റ് ആണ് വന്നത്. വുഡ് ഗെറ്റ് മീൻസ് ടൈപ്പ് 2 ആണ് മനസ്സിലാക്കാനുള്ള കഴിവ് വേണം. വുഡ് ഗെറ്റ് എന്ന് പറയുന്നത് ടൈപ്പ് 2 ആണ് മനസ്സിലാക്കാനുള്ള കഴിവ് ഉണ്ടാവണം. ഇതിനെക്കുറിച്ച് വിശാലമായിട്ട് വുഡ് ഗെറ്റുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. കാരണം വിശാലമായി പറഞ്ഞിരിക്കുന്നു. ഈ ക്വസ്റ്റ്യൻ മനസ്സിലാക്കാം. അപ്പൊ വുഡ് ഗെറ്റ് ആണുള്ളത്. ടൈപ്പ് 2 ആണ് മനസ്സിലാക്കുക. അപ്പൊ ടൈപ്പ് 2 വരുമ്പോൾ അവിടെ നോക്കാം. ഇവിടെ നമുക്ക് നോക്കാം. വെട്ടിപ്പോണ ഓപ്ഷൻ നോക്കാം. ഇവിടെ വുഡ് ആണ്. അതായത് മെയിൻ ക്ലാസ് ആണ്. മെയിൻ ക്ലാസ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ക്ലാസ്. മെയിൻ ക്ലാസ് ആണെങ്കിൽ പ്രിൻസിപ്പൽ ക്ലാസ് ആണ്. ഇതോ ഇഫ് ക്ലാസ് അല്ലെങ്കിൽ സബോർഡിനേറ്റ് ക്ലാസ് എന്ന് പഠിച്ചു. അപ്പൊ ഇവിടെ നോക്കുക. മെയിൻ ക്ലാസ്സിൽ വുഡ് ഗെറ്റ് ഉള്ളപ്പോൾ ഇഫ് ക്ലാസ്സിൽ പിന്നെ വില്ല് വരുമോ? ഇല്ല. അതായത് വുഡ് വില്ലും വുഡൊക്കെ മൊഡാൾ ഓക്സിലറീസ് അല്ലേ. അത് പിന്നെ ഇവിടെ വരത്തില്ല. റിപ്പീറ്റ് ചെയ്തില്ല. അവിടെ ഉണ്ടെങ്കിൽ പിന്നെ ഇവിടെ വരത്തില്ല. അത് എത്ര ശ്രദ്ധിക്കുക. അവിടെ വുഡ് ഫോം അതായത് മെയിൻ ക്ലാസ്സിൽ വുഡോ വില്ലൊക്കെ കാണുമല്ലോ. അപ്പൊ അതുണ്ടെങ്കിൽ പിന്നെ ഇവിടെ റിപ്പീറ്റ് ചെയ്യും. അതില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വില്ലും വുഡും ഉള്ളത് വെട്ടിപ്പോയി.
ഇവിടെ വുഡ് ഉണ്ട്, ആൾറെഡി വില്ലിന്റെ ഫോം ഉണ്ട്, പിന്നെ ഇപ്പുറത്തും വില്ല് വുഡ് വരാറില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ഇത് ചെയ്യാനുള്ളത് നോക്കി, നമ്മൾ ഇന്നലെ ചെയ്തെന്താണ് വുഡ് ഹാർഡ് പ്ലസ് V3 ആയിരുന്നു. എന്ത് കിട്ടിയതിലൂടെ ഹാർഡ് പ്ലസ് V3 ഫോംസ് എല്ലാം വന്നത്. ഹാർഡ് പ്ലസ് V3യോ, ഹാർഡ് പ്ലസ് നോട്ട് പ്ലസ് V3, ഹാർഡ് പ്ലസ് ബി പ്ലസ് V3, ഹാർഡ് പ്ലസ് നോട്ട് പ്ലസ് ബി പ്ലസ് V3 പറയുന്നത് ഇതുള്ളപ്പോ ഓർമ്മയുണ്ടോ? ഇവിടെ ഹാർഡ് പ്ലസ് V3 ഇവിടെ വരുമ്പോ ടൈപ്പ് 3ലാണ് ഹാർഡ് പ്ലസ് V3 വന്നത്. ടൈപ്പ് 2 എന്താണ് വേണ്ടത്? V2. നമ്മുടെ V2 മനസ്സിലാക്കുക. വുഡ് പ്ലസ് V1 വരുമ്പോഴത്തേക്ക് ഇവിടെ V2 അനുബന്ധ കാര്യങ്ങളോ മാത്രമേ ഫിൽ ചെയ്യാവൂ. അനുബന്ധ കാര്യങ്ങൾ മീൻസ് V2 ആവാം. V2 നെഗറ്റീവ് ഉണ്ട്. ട്രൈഡ് നെഗറ്റീവ് എന്താ? ട്രൈഡ് നെഗറ്റീവ് ട്രൈഡ് V2 ആണല്ലോ. നെഗറ്റീവ് എന്താ പറഞ്ഞേ? ട്രൈഡ് നെഗറ്റീവ് എന്താ? ഡിഡ് നോട്ട് ട്രൈ. ഇത് വരാം, മനസ്സിലായില്ലേ? ഇനി അതിന്റെ പാസീവ് വരാം, വാസ് ഓർ വെർ പ്ലസ് ആ മോഡൽ വരാം, V3 വരാം, വാസ് ഓർ വെർ പ്ലസ് നോട്ട് പ്ലസ് V3 വരാം. ഇതൊക്കെ നമുക്ക് ക്ലാസ്സിൽ എടുക്കാം. അപ്പൊ ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ, ചുരുക്കി പറയുന്നത് എല്ലാം കൂടെ പറഞ്ഞാൽ തലയെ കയറത്തില്ല, ചിലപ്പോ തല പുകയും. അപ്പൊ അതുകൊണ്ട് വ്യക്തമായി മനസ്സിലാക്കുക. വുഡ് പ്ലസ് V1 പ്ലൂറൽ വന്നാൽ ഇവിടെ എന്ത് വേണം? V2 വേണം. അത് ആലോചിക്കുക. ടൈപ്പ് 2 ആണ് V2. അപ്പോൾ വുഡ് ഹാവ് പ്ലസ് V3 വന്നപ്പോൾ ഹാർഡ് പ്ലസ് V3 വന്നു. എന്നാൽ വുഡ് പ്ലസ് V1 പ്ലൂറലേ ഉള്ളൂ. അപ്പൊ എന്ത് വേണം? ഇവിടെ V2 വേണം. V2 ഏതാണ്? ഇതാണ്. ഇത് രണ്ടും വേറെ കാര്യം മനസ്സിലായല്ലോ. എന്താ കാര്യം? ഇവിടെ വുഡ് മൊഡാലുണ്ട്, പിന്നെ ഇവിടെ മൊഡാൽ വെച്ച് ഒരു കയറില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കിടക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു ടൈപ്പ് 1നെ കുറിച്ച് പിന്നെ പറയാമെന്ന്, അടുത്ത ക്ലാസ്സിൽ പറയാമെന്നെങ്കിൽ ഇപ്പോൾ അങ്ങ് പറയാമെന്ന് വെച്ചു. നോക്കാം. ടൈപ്പ് 1 നേരത്തെ പഠിച്ചെന്താണ്? വുഡ് ഗെറ്റ് ആയിരുന്നു. വുഡ് ഗെറ്റ് ഇപ്പൊ കുറച്ച് പഠിച്ച കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ വുഡ് ഗെറ്റ് ആയിരുന്നു. ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താ? വുഡ് ഗെറ്റ് അല്ല, വിൽ ഗെറ്റ് ആണ്. അപ്പൊ ടൈപ്പ് 1 ആയി. വുഡ് ഗെറ്റ് ആയിരുന്നു ടൈപ്പ് 2 ആയിരുന്നു. ഉത്തരം ട്രൈഡ് വന്നായിരുന്നു. ഓർമ്മയുണ്ടോ? വുഡ് ഗെറ്റ് ട്രൈഡ് വന്നു. വുഡ് ഗെറ്റ് അവിടെ വന്നപ്പോ ഇവിടെ ഉത്തരം ട്രൈഡ് വന്നു കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ. ഇവിടെ വുഡ് ഗെറ്റ് അല്ലല്ലോ. വുഡ് ഗെറ്റില്ലെങ്കിൽ ട്രൈഡ് വരുമോ? ഇല്ല. ഇനി വുഡ് ഹാവ് ഗോട്ട് ആണോ? വുഡ് ഹാവ് ഗോട്ട് ആണെങ്കിൽ ഹാർഡ് ട്രൈഡ് വരാം. വുഡ് ഹാവ് ഗോട്ട് ആയി നമ്മൾ പഠിച്ചല്ലോ, ഒരു ക്വസ്റ്റ്യൻ നിറച്ചില്ലല്ലോ. വുഡ് ഹാവ് ഗോട്ട് ആണെങ്കിൽ ട്രൈഡ് വരാമായിരുന്നു. വുഡ് ഗെറ്റ് ആണെങ്കിൽ ട്രൈഡ് എന്താണ്, സോറി, വുഡ് ഹാവ് ഗോട്ട് ആണെങ്കിൽ എന്ത് ചെയ്യാം? വുഡ് ഹാവ് ഗോട്ട് ആണെങ്കിൽ ഹാഡ് ട്രൈഡ് വരാമായിരുന്നു. വുഡ് ഗെറ്റ് നേരത്തെ നമ്മൾ ചെയ്തായിരുന്നു. എന്താണ് പറഞ്ഞേ? ട്രൈഡ് വന്നു. അറിയാം, വുഡ് ഗെറ്റ് നേരത്തെ പഠിച്ച ക്വസ്റ്റ്യൻ ട്രൈഡ് വന്നു. വുഡ് ഹാവ് ഗോട്ട്, ഗെറ്റ് ഗോട്ട് ഗോട്ട്. അപ്പൊ വുഡ് ഹാവ് ഗോട്ട് ആണെങ്കിൽ ഹാഡ് ട്രൈഡ് വന്നേനെ. ഇത് നമുക്കറിയാം. അപ്പൊ രണ്ടും വരത്തില്ലല്ലോ. ഇവിടെ വുഡ് ഗെറ്റും വുഡ് ഹാവ് ഗോട്ടും അല്ല, എന്താണ്? വിൽ ഗെറ്റ് ആണ്. അപ്പൊ രണ്ടെണ്ണം വെട്ടിപ്പോയി. ഇനിയുള്ളത് നോക്കുക. ട്രൈ എന്ന വെർബിന്റെ 3 ഫോംസ് എന്തൊക്കെയാ? ട്രൈ, സെക്കൻഡ് ഫോം ട്രൈഡ്, തേർഡ് ഫോം ട്രൈഡ്. ട്രൈഡ് സിംഗുലർ എന്താ? V1 സിംഗുലർ, ട്രൈസ് സിംഗുലർ, പ്ലൂറൽ V1, V2, V3. ഇനി ഇവിടെ വിൽ ഗെറ്റ് വന്നു. വിൽ ഗെറ്റ് വരുമ്പോ ഇവിടെ എന്തേ വരുന്നുള്ളൂ? V1 വരാൻ പാടുക. ടൈപ്പ് 1. പക്ഷേ V1ൽ തന്നെ 2 ഓപ്ഷൻസ് ഉണ്ട്. ട്രൈയും ട്രൈസും കൊടുത്തു. V1 ട്രൈയും ട്രൈസും ഓപ്ഷനുണ്ട്. അപ്പൊ നമ്മൾ സെലക്ട് ചെയ്തിട്ട് സെലക്ട് ചെയ്യാൻ വലിയ ആന കാര്യമൊന്നുമില്ല. ഇവിടെ കർത്താവാണ്? ഹി ആണ്. ഹി സിംഗുലറോ പ്ലൂറലോ? സിംഗുലർ. ഒരാളെ ഉള്ളൂ. അവൻ, അദ്ദേഹം, ഇവൻ, അദ്ദേഹം. അപ്പൊ ഹി സിംഗുലർ ആയതുകൊണ്ട് വെർബ് V1 എന്ത് വേണം? സിംഗുലർ വേണം. വെർബ് V1 സിംഗുലർ. ട്രൈ ആണോ ട്രൈസ് ആണോ? ട്രൈസ് ആണ്. ഉത്തരം ട്രൈസ്. അപ്പൊ ഹി ട്രൈസ്, അവൻ ശ്രമിക്കുന്നു എങ്കിൽ ഹി വിൽ ഗെറ്റ് ദ ജോബ്. ഉത്തരം. ഇതാണ് ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3. എല്ലാം വ്യത്യസ്തമായി മനസ്സിലാക്കുക. ഈ ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3യിൽ തന്നെ വ്യത്യസ്തമായ വേറെയും ഓപ്ഷൻസ് ഉണ്ട്. നെഗറ്റീവ് ആവുന്ന, പാസീവ് ആവുന്ന, അങ്ങനെ പല പല മോഡലുണ്ട്. അതെല്ലാം നമുക്ക് ക്ലാസ്സിൽ ചെയ്യാം. ഇപ്പോൾ ഈ ചെയ്ത ക്വസ്റ്റ്യൻ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതേ മാർഗമുള്ളൂ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് തോന്നുന്നു. ഇനി മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ അല്ലാതെ ചോദിക്കാം. ക്ലാസ് നമ്മൾ ഇരിക്കുമ്പോൾ, ഇരുത്തി എടുക്കുമ്പോൾ അതിനായി ഡൗട്ടുകൾ ചോദിച്ചു പോകാൻ പറ്റും. അപ്പൊ അതിനുള്ള അനുഭവം അല്ലെങ്കിൽ അതിനുള്ള ഒരു അവസരം ഇവിടെ ഇല്ലല്ലോ. അതുകൊണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. മനസ്സിലായെന്ന് പൂർണ്ണമായ വിശ്വാസമുണ്ട്. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി ബൈ.